നമസ്കാരം. സ്മാർട്ട് സിറ്റി, കൊച്ചി മെട്രോ, വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ വിമാനത്താവളം, കാരുണ്യ ചികിത്സാ പദ്ധതി, ശ്രുതിതരംഗം, വയോമിത്രം, ആരോഗ്യകിരണം പദ്ധതികൾ, 1 രൂപയ്ക്ക് അരി, ഭൂരഹിതർക്ക് 3 സെന്റ് ഭൂമി, എല്ലാ മണ്ഡലങ്ങളിലും സർക്കാർ കോളേജുകൾ, ദിവസം 19 മണിക്കൂർ വരെ നീളുന്ന ജനസമ്പർക്ക പരിപാടി, മികച്ച ഭരണ നിർവഹണത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം. ശരിക്കും വർത്തമാന കേരളം എന്നത് ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓർമ്മക്കുറിപ്പ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അക്കമിട്ട് നിരത്തുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണ നേട്ടങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ പ്രതിപക്ഷ നേതാവ് ഓർമ്മക്കുറിപ്പുമായി ആ വികസന നേട്ടങ്ങൾ ചർച്ചയാക്കുന്നു. ഉമ്മൻചാണ്ടി ഒരു ഓർമ്മക്കുറിപ്പ്, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷം, ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി മാത്രമേയുള്ളൂ എന്ന് തെളിയിച്ച ഒരു വർഷമാണ് കടന്നുപോയത്. വിശ്വസിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യം. ഞങ്ങൾക്കെല്ലാം വഴികാട്ടിയായി മുന്നിൽ നിന്ന് സാധാരണക്കാരെ ചേർത്ത് പിടിക്കണമെന്ന് എപ്പോഴും ഓർമ്മപ്പെടുത്തി അദ്ദേഹം ഞങ്ങൾക്കൊപ്പമുണ്ട്. സ്നേഹം കൊണ്ട് മനുഷ്യരെ കീഴടക്കിയ ഒരു ഭരണാധികാരി നമുക്കൊപ്പം ജീവിച്ചിരുന്നു എന്നത് കേരളത്തിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ചിലപ്പോഴൊക്കെ അത്ഭുതമായി തോന്നാം. രാഷ്ട്രീയത്തിൽ അന്യം നിന്നു പോകാൻ സാധ്യതയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു ഉമ്മൻചാണ്ടി. സാധാരണക്കാരൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ ജനപ്രതിനിധികളെ പ്രാപ്തനാക്കിയ ജനകീയൻ. രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും ജീവിതത്തിലെ എന്തു പ്രതിസന്ധിയും പരിഹരിക്കുന്നതിന് സമീപിക്കാവുന്ന ഒരാൾ. ഒരു നിവേദനത്തിനോ കത്തിനോ ഫോൺ വിളികൾക്കോ അപ്പുറം സാധ്യമായ എന്ത് സഹായവും ചെയ്തു തരുന്ന ഉമ്മൻചാണ്ടി ഉണ്ട് എന്നത് ലോകത്തിൻ്റെ ഏതു ഭാഗത്തുമുള്ള മലയാളികൾക്ക് ഒരു ധൈര്യമായിരുന്നു. സ്വന്തം കുടുംബാംഗത്തെ പോലെ അദ്ദേഹത്തിൻ്റെ ചുമലിൽ ആർക്കും എന്ത് സങ്കടവും ഇറക്കി വയ്ക്കാം. പരിഹാരവുമായി മാത്രമേ അദ്ദേഹത്തെ തേടിയെത്തിയവർ മടങ്ങിയിട്ടുള്ളൂ. ഉമ്മൻചാണ്ടിയെ ഒരിക്കലെങ്കിലും കണ്ടിട്ടില്ലാത്ത ജനങ്ങളോ ഉമ്മൻചാണ്ടി എത്തിച്ചേർന്നിട്ടില്ലാത്ത സ്ഥലങ്ങളോ കേരളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ജനക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്നത് തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ വളർത്തിയതും കരുത്തനായ ഭരണാധികാരിയാക്കിയതും. സ്മാർട്ട് സിറ്റി, കൊച്ചി മെട്രോ, വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ വിമാനത്താവളം, കാരുണ്യ ചികിത്സാ പദ്ധതി, ശ്രുതിതരംഗം, വയോമിത്രം, അങ്ങനെ നിരവധി പദ്ധതികളുടെ പേരുകൾ പ്രതിപക്ഷ നേതാവ് എടുത്തു പറയുന്നു. ശരിക്കും വർത്തമാന കേരളം എന്നത് ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമാണ് കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം. അന്ന് വഴിമുടക്കികളും കാഴ്ചക്കാരുമായി നിന്നവർ ഇന്ന് വിഴിഞ്ഞം, മെട്രോ റെയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ പിതൃത്വം ഏറ്റെടുക്കുന്നത് കപട രാഷ്ട്രീയമായി മാത്രമേ കാണാനാകൂ. കടൽ കൊള്ള എന്ന ആക്ഷേപം വന്നപ്പോഴും അദാനി ഗ്രൂപ്പുമായി ചേർന്ന് 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്ന ആരോപണത്തിൻ്റെ കുന്തമന നെഞ്ചിൽ തറച്ചപ്പോഴും പതറാതെ, പിന്തിരിഞ്ഞോടാതെ, തളർന്നു പോകാതെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുമെന്ന ധീരമായ തീരുമാനം എടുത്തയാളാണ് ഉമ്മൻചാണ്ടി സാർ. എന്തൊക്കെ തിരക്കഥകളുണ്ടാക്കിയാലും സത്യം ജനങ്ങൾക്ക് മുന്നിലുണ്ട്. ജനങ്ങൾ നൽകിയ ശക്തി തന്നെയാണ് എതിരാളികളുടെ ദുരാരോപണങ്ങളിൽ അടിപതറാതെ അഗ്നിശുദ്ധി വരുത്താൻ ഉമ്മൻചാണ്ടിയെ പ്രാപ്തനാക്കിയതും. മനസാക്ഷിയുടെ മുന്നിൽ താൻ തെറ്റുകാരനല്ല എന്ന ബോധ്യത്തിൽ ഉമ്മൻചാണ്ടി അചഞ്ചലനായി. അതുകൊണ്ട് തന്നെയാണ് ഒടുവിൽ മരണശേഷം നിയമവഴിയിൽ ഉമ്മൻചാണ്ടി ജയിച്ചു കയറിയപ്പോൾ അത് കേരളം ഒന്നാകെ ഏറ്റെടുത്തതും. ഉമ്മൻചാണ്ടി എന്ന ജനകീയ മുഖ്യമന്ത്രിക്കെതിരെ ദുരാരോപണങ്ങളുമായി ആരൊക്കെയാണോ രംഗത്തിറങ്ങിയത്, അതേ അളവിൽ അവരോട് കാലം കണക്ക് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നതിന് കേരളം സാക്ഷ്യം വഹിക്കുന്നു. ജീവിച്ചിരുന്നപ്പോഴുള്ള ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനാണ് മരണശേഷമുള്ള ഉമ്മൻചാണ്ടി എന്ന് തെളിയിക്കുന്നതായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പുതുപ്പള്ളിയിലേക്കുള്ള വിലാപയാത്ര. ഉമ്മൻചാണ്ടി എത്രത്തോളം ഹൃദയം തുറന്ന് പുതുപ്പള്ളിയെ സ്നേഹിച്ചിരുന്നുവോ അതിനേക്കാൾ ഇരട്ടിയായിട്ടാണ് പുതുപ്പള്ളിക്കാർ അവരുടെ കുഞ്ഞുഞ്ഞിന് ഉപതെരഞ്ഞെടുപ്പിലൂടെ സ്നേഹം മടക്കി നൽകിയത്. ഉമ്മൻചാണ്ടി ഞങ്ങൾക്ക് കാട്ടിത്തന്ന ചില വഴികളുണ്ട്. അത് ഗാന്ധിയൻ ദർശനത്തിൽ അധിഷ്ഠിതമായ മറ്റുള്ളവൻ്റെ സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിനു വേണ്ടി നടത്തുന്ന തീക്ഷ്ണമായ യത്നമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിർവചനം തന്ന ആളാണ് ഉമ്മൻചാണ്ടി. ഭരണാധികാരി എന്ന നിലയിലും രാഷ്ട്രീയ നേതാവെന്ന നിലയിലും അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്കൊപ്പമായിരുന്നു. ദൈനംദിന ജീവിതം തന്നെ ജനങ്ങളുടെ സങ്കടങ്ങളും പരാതികളും കേട്ട് അത് പരിഹരിക്കുക എന്നതായിരുന്നു. ആ വേർപാട് കേരളത്തിനും കോൺഗ്രസിനും താങ്ങാനാകാത്തതാണ്. അദ്ദേഹം കാട്ടിത്തന്ന നന്മയുടെ മാതൃകകൾ വഴികാട്ടിയായി എന്നും മുന്നിലുണ്ടാകും. നിയമസഭാംഗം എന്ന നിലയിൽ ഞാൻ എന്തെങ്കിലും അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരവകാശി ഉമ്മൻചാണ്ടിയാണ്. 2006-11 കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ കൈനിറയെ അവസരങ്ങൾ തന്നു. എന്നിൽ വിശ്വാസമർപ്പിച്ചു. ഉമ്മൻചാണ്ടിയെപ്പോലെ മറ്റൊരാളില്ല. ആ ശൈലി ആർക്കും അനുകരിക്കാനുമാവില്ല. തെളിഞ്ഞ പ്രായോഗികതയാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം. അചഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. സത്പ്രവർത്തികൾ ചെയ്യുകയും സ്നേഹസംഭാഷണം നടത്തുകയും ചെയ്തിരുന്ന അദ്ദേഹത്തിനും പീഡനാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ക്രിസ്തുവിനെ ക്രൂശിച്ച ശേഷം പടയാളികളുടെ ശതാധിപൻ ഇങ്ങനെ പറഞ്ഞു. വാസ്തവത്തിൽ അദ്ദേഹം ഒരു നീതിമാനായിരുന്നു. ആ നീതിമാൻ ഉയർത്തെഴുന്നേൽക്കുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലായിരിക്കും എന്നാണ് ഈ കാലം നമ്മോട് പറയുന്നത്. ഓർമ്മകൾക്ക് മുന്നിൽ ആദരവ്.